എല്ലാവർക്കും നമസ്കാരം. തവക്കിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ കുന്നങ്കാട് ജംഗ്ഷനാണ് കേട്ടോ. കുന്നങ്കാട് ജംഗ്ഷൻ പാലക്കാട് ജില്ല കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ പെടുന്ന ഒരു ജംഗ്ഷനാണ് നമ്മുടെ ഈ കുന്നങ്കാട് ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്ററും ഈ പോകുന്ന ബസ് റൂട്ട് ഈ ബസ് സ്റ്റോപ്പാണ് ഇവിടെ നിന്നും ഒരു 100-150 മീറ്റർ ഉള്ളിലോട്ടായിട്ട് 10 സെൻറ്റ് സ്ഥലം, 4 വർഷം പഴക്കമുള്ള 1200 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. വിലയാണെങ്കിലോ 32 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത്. നിലവിൽ ഇതിന് 13 ലക്ഷം രൂപ ലോണുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിൽ ലോണുണ്ട്. അതൊരു 10-17,000 രൂപയോ 20,000 രൂപയുടെ അടുത്ത് ഒരു മാസം 15 to 20 എന്തോ ഒരു ലോൺ മാസം അടവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. ആദ്യം കണ്ട ആ ജംഗ്ഷനിൽ നിന്ന്, കുന്നങ്കാട് ജംഗ്ഷനിൽ നിന്നാണ് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ജംഗ്ഷനാണ്. പട്ടികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പട്ടി ഒന്ന് കുരയ്ക്കുക പോലും ചെയ്യുന്നില്ല. സാധാരണ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ മുമ്പ് ഒരു അപരിചിതരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ കടിച്ച് കീറാൻ വരും, കൂടുന്ന് തുറന്നാൽ എൻ്റെ കഥ തീർക്കാന്നുള്ള രീതിക്ക്. പക്ഷേ ഇതൊരു പാവം പട്ടി. അപ്പോൾ ആ കുന്നങ്കാട് ജംഗ്ഷനിൽ നിന്നാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയാൻ വെറും 2 കിലോമീറ്ററും. നമ്മൾ രണ്ടാമത് ബസ് പോകുന്ന ആ ബസ് സ്റ്റോപ്പിൽ നിന്നാകുമ്പോൾ ഒരു 100-150 മീറ്റർ ദൂരത്ത് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ടാണ്. നിറയെ മുറ്റ സൗകര്യമുണ്ട് കേട്ടോ. നമുക്കൊരു 2-3 വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 4 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. നല്ല വീടാണ്. വീട് കച്ചവടത്തിന് വേണ്ടി പണിത വീടല്ല, അവർക്ക് താമസിക്കാൻ വേണ്ടി പണിതു. ലോൺ എടുത്തു. ഇത്തിരി കുട്ടി പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോൺ എടുത്താണ്. നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെ. അപ്പോൾ ആ കുട്ടിയുടെ പഠിപ്പ് സംബന്ധിച്ചിട്ട് എന്തോ ഒരു ലോൺ എടുത്താണ്. അത് അടയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ വീട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു ലിവിങ് റൂം, നല്ല വീടാട്ടോ, വൃത്തിയുള്ളൊരു വീടാണ്. ഇനിയിപ്പോൾ വാങ്ങുന്നവർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് ഉള്ളതുണ്ടോ. കുട്ടിയുടെ മെഡലുകളാണ് ഇതൊക്കെ. മാതാപിതാക്കൾക്കുള്ള ഏറ്റവും നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികളിങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ മെഡലുകളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ലിവിങ് റൂം കഴിഞ്ഞ് ഇതിൻ്റെ സ്വിച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ GMൻ്റെ സ്വിച്ചൊക്കെ വെച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാർക്കറ്റിൽ കിട്ടാവുന്ന നല്ല ക്വാളിറ്റിയും കൊണ്ട് തന്നെയാണ് അവർ വീട് പണിതിരിക്കുന്നത്. വീട് കൊടുക്കാൻ വേണ്ടി പണിതൊരു വീടല്ല. സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ഡൈനിങ്ങിനോട് ചേർന്ന് 2 ബെഡ്റൂം, മുകളിലേക്കുള്ള സ്റ്റെയർ, അടുക്കള എന്നീ സൗകര്യങ്ങളൊക്കെയാണ് ഈ വീടിലുള്ളത്. വില പറഞ്ഞതാണെങ്കിൽ 32 ലക്ഷം രൂപ. അവരിതിന് മുമ്പ് വേറൊരു യൂട്യൂബറിനോട് പറഞ്ഞ് 35 ലക്ഷം രൂപയൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്താണ്. അത് യൂട്യൂബറിൻ്റെ അയാളുടെ ഇഷ്ടപ്രകാരം വില കയറ്റി പറഞ്ഞതല്ല എന്ന് നമ്മളോട് പറഞ്ഞു. അവർ ഫൈനൽ കിട്ടേണ്ട പൈസ ഒരു 32എങ്കിലും കിട്ടുമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞാണ്. പക്ഷേ അത് ആ കച്ചവടം ആവാത്തതിൻ്റെ പേരിലാണ് പിന്നെ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്തു. അപ്പം 32 ലക്ഷം വേണമെന്ന് പറയുന്നു. ഞാൻ അതുപോലെ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം അവരുമായിട്ട് തന്നെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞ വില 32 ലക്ഷം രൂപ. അപ്പോൾ അതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ഇതിലും നമുക്ക് അറ്റാച്ച്ഡ് സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ സ്റ്റെയർ ഉള്ളിലൂടെ ആയതുകൊണ്ട് നമുക്ക് ഭാവിയിൽ 1-2 മുറി എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇപ്പം നിറയെ വീടുകളുള്ളൊരു ഭാഗമാണ്. ആരാധനാലയങ്ങൾ, ഇപ്പം അമ്പലങ്ങളിലേക്കാണെങ്കിലും ശരി, മുസ്ലിം പള്ളിയിലേക്കാണെങ്കിലും ശരി, ക്രിസ്ത്യൻ പള്ളികളിലേക്കൊക്കെ ആണെങ്കിലും അധികം ദൂരമില്ല. എല്ലാം നമുക്ക് നടക്കേണ്ട ദൂരം മാത്രമേ ഈ വീടിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുള്ളൂ. അവിടെയാണ് നമുക്ക് അടുക്കള സൗകര്യം. ഇതിൻ്റെ പുറകിലേക്ക് അതുപോലെ ആ ഷീറ്റൊക്കെ ഇറക്കി അവിടെയും ഒരു വർക്ക് ഏരിയ പോലെ വിറകടുപ്പ് കത്തിക്കാനുള്ളൊരു സൗകര്യമൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. വെറും 4 വർഷത്തെ പഴക്കം മാത്രമേ ഈ വീടിനുള്ളൂ കേട്ടോ. ഒരുപാട് പഴക്കമില്ലാത്തൊരു വീടാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ 10 സെൻറ്റ് സ്ഥലമാണ്. അതിൽ ഒത്ത നടുക്കായിട്ടാണ് വീട് പണിതിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലും അതുപോലെ പുറകിലൊക്കെ നമുക്ക് പെരുമാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വെള്ളം നമുക്ക് ബോർവെൽ കണക്ഷനാണ്. അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ 1-2 തെങ്ങുകളൊക്കെ, കാരണം ഇപ്പോൾ ഇവർ ഈ വീട് പണിതിട്ട് 4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പുറകിലെ സ്ഥലം വേറൊരാളുടെ മേടിച്ചാണ് അവർ. അപ്പോൾ ആ സമയത്ത് വെച്ചിട്ടുള്ള ആ തെങ്ങുകളൊക്കെ വെച്ച് അതിൻ്റെ അത്ര ആ ഒരു കായ്ക്കാനൊന്നും ആയിട്ടില്ല കണ്ടോ. ഇങ്ങനെ ആ പ്രായമൊക്കെ ആയിട്ടുള്ള തെങ്ങുകൾ 1-2 തെങ്ങുകളുണ്ട്. പിന്നെ അത്യാവശ്യം മാവും പ്ലാവിൻ്റെയൊക്കെ തൈകളായിട്ട് വെച്ച് അത് കായ്ഫലം ആവുന്നേ ഉള്ളൂ. ഇതിന് മുറ്റത്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി 2-3 വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായി വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പാലക്കാട് ജില്ലയാണ്. ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ ടൗൺ എന്ന് പറയാനായിട്ട് ഒന്ന് നമ്മുടെ വടക്കഞ്ചേരിയാണ്. വടക്കഞ്ചേരിയിലേക്ക് ഒരു 6 കിലോമീറ്റർ ആയിരിക്കും ഈ വീടിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ദൂരം ഉള്ളത്. അതുപോലെ നമുക്ക് നാഷണൽ ഹൈവേയിലേക്കും തൃശ്ശൂർ പാലക്കാട്
നാഷണൽ ഹൈവേ വടക്കഞ്ചേരി അവിടേക്കാണ് ഞാൻ പറഞ്ഞത് 6 കിലോമീറ്റർ, ഹൈവേയിലേക്കും അതുപോലെ ഒരു 6 കിലോമീറ്ററാണ് ദൂരം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരും അതുപോലെ പാലക്കാടുമാണ്. ഇവിടെ കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്കൊരു 1-2 റൂമൊക്കെ ഭാവിയിൽ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും കൂടെ വേണം. അപ്പോൾ ഇതൊരു അങ്ങനെ ഒരു അർജൻറ്റ് സെയിലെന്നാണ് നമ്മളോട് ഉടമസ്ഥൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഈ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. സ്റ്റെയർ റൂമൊക്കെ നമുക്ക് വാർത്തതാണ്. ചില ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റെയർ റൂം ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഷീറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് വീടുള്ളത് കേട്ടോ. നമുക്ക് ടൗണിൻ്റെ പൊടിപടലങ്ങളിൽ നിന്നുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തിരി മാറി ഞാൻ പറഞ്ഞു ആ ബസ് സ്റ്റോപ്പിൽ നിന്നാകുമ്പോൾ ജസ്റ്റ് ഒരു 100-150 മീറ്റർ വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യമുണ്ട്. വടക്കഞ്ചേരി, പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പഞ്ചായത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കിഴക്കഞ്ചേരി പഞ്ചായത്ത് വരുന്നത്. അപ്പോൾ ഇത് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. നല്ല സൗകര്യമുള്ളൊരു ഭാഗത്ത് തന്നെയാണ് വീടുള്ളത്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. നമ്മൾ 5 സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടെയൊക്കെയാണ് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് 30 രൂപയുടെ മുകളിലേക്ക് കൊടുക്കേണ്ടി വരും. ഇതിലിപ്പോൾ എന്ന് പറയാൻ 10 സെൻറ്റോളം സ്ഥലമുണ്ട്. അതിനൊക്കെ അതിർത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക. പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ